യു എയിൽ ഓവർസ്റ്റേയിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഫെബ്രുവരി 28 ശേഷം ഉണ്ടായ പ്രത്യേക സാഹചര്യത്തിന് ശേഷം ഓവർസ്റ്റേക്ക് ഫൈന് വന്ന എല്ലാ കേസുകളെയും ഫൈന് എമിഗ്രേഷൻ ഒഴിവാക്കി കൊടുത്തിരുന്നു. റീസെൻ്റായിട്ട് വന്ന അനൗൺസ്മെൻറ്റ് പ്രകാരം ഈ 9-ാം തീയതി വരെ അതിന് സമയം ഉണ്ടാവുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എമിഗ്രേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആകെ 3 ദിവസം ഇതിന് ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഈ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വിസ പുതുക്കി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുതുക്കി നിൽക്കുക. നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോവാം. ജൂലൈ 9-ാം തീയതിക്ക് ശേഷം വീണ്ടും ഓവർസ്റ്റേയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായ എല്ലാ കോൺസിക്വൻസസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങളെ കമ്പനി നിങ്ങൾക്ക് വിസ അടിക്കും, ഓവർസ്റ്റേ പ്രശ്നമല്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കമ്പനീനോട് പറയുക ഓവർസ്റ്റേ ഹിസ്റ്ററി വരാൻ പാടില്ല, വരാൻ പറ്റൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എനിക്ക് വിസ എടുത്തു തരാം. ഇനി അതല്ലെങ്കിൽ ഒരു മാസത്തെ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ 2 മാസത്തേക്ക് വിസ പുതുക്കലോ അല്ലെങ്കിൽ നാട്ടിൽ പോലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർസ്റ്റേയിൽ നിൽക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എൻഡ് ഓഫ് ദി ഡേ ഓവർസ്റ്റേ ഹിസ്റ്ററി കയറി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടാവുക. നിങ്ങളെ പരിചയത്തിൽ ഓവർസ്റ്റേയിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക.